കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളിൽ നിന്നും ആറളം ഫാം പുനരധിവാസ മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫോറസ്റ്റ് RRT ഓഫീസിന് മുന്നിൽ CPIയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളിൽ നിന്നും പുനരധിവാസ മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക, ആന പ്രതിരോധ മതിൽ നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPI ആറളം ഫാം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനരധിവാസ മേഖലയിലെ 13ാം ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന വനംവകുപ്പിന്റെ RRT ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. വിഷയത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നും പുനരധിവാസ മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വനംവകുപ്പ് തയ്യാറാകണമെന്നും മേഖലയിൽ തമ്പടിച്ച കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ പറഞ്ഞു. മേഖലയിലെ ജനങ്ങൾ ഭയപ്പാടോടുകൂടിയാണ് ജീവിക്കുന്നതെന്നും മനുഷ്യജീവനുകൾ പൊലിയുമ്പോൾ മാത്രം ഓടിയെത്തുകയല്ല ജില്ലാ ഭരണകൂടം ചെയ്യേണ്ടതെന്നും ജനവിഭാഗങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥരായ ഭരണകൂടം നിസ്സംഗത വെടിഞ്ഞ് ഉണർന്നു പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്നും ശാശ്വത പരിഹാരം കാണാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. CPI ലോക്കൽ കമ്മിറ്റി അംഗം KV ഉത്തമൻ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി PK കരുണാകരൻ സ്വാഗതം പറഞ്ഞു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി KT ജോസ്, ഇരിട്ടി മണ്ഡലം സെക്രട്ടറി പായം ബാബുരാജ്, ഇരിട്ടി മണ്ഡലം കമ്മിറ്റി അംഗം സന്തോഷ് പാലക്കൽ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EC രാജു തുടങ്ങിയവർ സംസാരിച്ചു. വിനോജ്, സുരേഷ്, രാധാകോട്ടി, മല്ലിക എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ആറളം ഫാമിനകത്തുള്ള CPIയുടെ ലോക്കൽ കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചാണ് ഇവിടുത്തെ പ്രവർത്തകർ ഇവിടെ ഇന്ന് ഈ സമരത്തിന് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ജനവാസ മേഖലയിലെ പുനരധിവാസ മേഖലയിലെ ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് സഖാവ് ഉത്തമൻ ഇവിടെ സൂചിപ്പിച്ചത്. ദൈനംദിനമെന്നോളം നാം എല്ലാം മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് ഇവിടെ ദ്രുതകർമ്മ സേനയുടെ ഒരു ഓഫീസ് സംവിധാനവും അതിൻ്റെ മറ്റ് പ്രവർത്തന മേഖല ഇവിടെ കൂടി രൂപപ്പെടുത്തിയത് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ, ദൈനംദിനം നടക്കുന്ന സംഭവവികാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മേലുദ്യോഗസ്ഥന്മാർക്ക് കൈമാറുന്നുണ്ടാവാം. ഇവിടുത്തെ പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമാണ്. ഗൗരവപൂർവം അത് മനസ്സിലാക്കേണ്ടതുണ്ട്, ഇടപെടേണ്ടതുണ്ട് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള സംഘടനകൾ നടത്തുന്ന ഈ സമരം കൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കുറെ കൂടി സഹായകമാകും എന്നാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾ ഉറങ്ങിയിട്ട് വർഷങ്ങളായി. വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായി നേരിടുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ 40-45ഓളം കാട്ടാനകൾ ഈ മേഖലയിൽ തമ്പടിച്ചുകൊണ്ട് ഭീതി പരത്തി നമ്മുടെ ഉറക്കം കെടുത്തുകയാണ്. ഞങ്ങളിത് പറയുമ്പോൾ ഇവിടുത്തെ ഫോറസ്റ്റിന്റെ ജീവനക്കാർ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്ക് ഇതിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോടാണ് സംസാരിക്കാനും പറയാനുമുള്ളത്. അത് ഞങ്ങളെ ശ്രവിക്കുന്ന നിങ്ങൾ അവരുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട്. അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്. Woodmart. Sofa set, bedroom set, dining table set, wardrobe and coat, fancy light തുടങ്ങി ഒറ്റനിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം. Woodmart, Edu Road, മാടത്തിയിൽ, ഇരട്ടി റോഡ്, മട്ടന്നൂർ.